Hello aspirants, welcome to Civilians. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒഫീഷ്യൽ പേജിലേക്ക് എൻ്റർ ചെയ്യണം. അതിന് www.kdrb.kerala.gov.in എന്നുള്ള സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ അവിടെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഡയറക്റ്റ്ലി ലോഗിൻ ചെയ്യാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് റൈറ്റ് സൈഡിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ടാബ് ഓപ്പൺ ആകും. അതിൽ ആദ്യമേ നമ്മളോട് ചോദിക്കുന്നത് ആധാറിലുള്ള നെയിം അതുപോലെ കൊടുക്കാനാണ്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ആധാർ നമ്പർ നമ്മൾ കറക്റ്റ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു പുതിയ ടാബ് ഓപ്പൺ ആകും. അതിനകത്ത് നമ്മൾ മെയിൽ ID പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ കോൺടാക്റ്റ് നമ്പറായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിൻ്റെ താഴെ നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടാബ് കാണും. അതിൽ നമ്മളൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതേ പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യാനായി ഒന്നും കൂടി കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡും എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ എന്നുള്ളൊരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടി ഒരു ടാബ് ഓപ്പൺ ആയി കിട്ടും. അതിൽ വെരിഫൈ എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും, ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ക്ലിക്ക് ഹിയർ എന്നൊരു പോർഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആകും. ആ പേജ് ഓപ്പൺ ആകുമ്പോൾ നമുക്കിനി ലോഗിൻ ചെയ്യാനായിട്ടാണ്. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇമെയിൽ ID കൊടുക്കുക. താഴെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് ക്യാപ്ച കോഡും എൻ്റർ ചെയ്തിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ പുതിയൊരു ടാബ് ഓപ്പൺ ആകും. അതിനകത്ത് നമുക്ക് OTP വെരിഫൈ ചെയ്യാനായിട്ടുള്ള ടാബാണ്. സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 ഡിജിറ്റ് OTP വരും. അത് കൊടുത്തിട്ട് വെരിഫൈ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുന്നത്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്താണെന്നുള്ളതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കെയർഫുള്ളി ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് പ്രൊഫൈൽ എൻട്രി എന്നുള്ളൊരു പോർഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ ടാബ് ഓപ്പൺ ആയി കിട്ടും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമുക്ക് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പേരാണ്. അപ്പോൾ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിച്ചിട്ടുണ്ട്. 2 രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. കറക്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കലണ്ടർ യൂസ് ചെയ്ത് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജെൻഡർ കൊടുക്കുക. ജെൻഡർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ വേർഡ്സും അതേപോലെ ഏജും ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് മദർ ടങ് ആണ്. മദർ ടങ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സിറ്റിസൺഷിപ്പ് ഓൾറെഡി നമുക്ക് ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി വന്നു കിടക്കും. താഴെയായിട്ട് നെയിം ഓഫ് ഗാർഡിയൻ ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. ഇനി അതിനുശേഷം ഗാർഡിയനുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ എന്താണെന്നുള്ളത് ചൂസ് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഓഫ് ഗാർഡിയൻ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, അതും കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആധാർ നമ്പർ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷനിലേക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. പിന്നെ നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക, റിലീജിയൻ സെലക്ട് ചെയ്യുക, കാസ്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് കമ്മ്യൂണൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് yes or no എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ദേവസ്വം ബോർഡ് എംപ്ലോയി ആണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് yes or no എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എക്സ് സർവീസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്, വിഡോ ആണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം yes or no ഓപ്ഷൻ കറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഓൾറെഡി മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നമ്മൾ ഫസ്റ്റിലേക്ക് കൊടുത്തത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കും. താഴെയായിട്ട് നമ്മൾ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക. അതിൽ റെഡ് സ്റ്റാർ ഇട്ടിരിക്കുന്നതെല്ലാം കമ്പൽസറി പോർഷൻസ് ആണ്, അത് ഫില്ല് ചെയ്യുക. ആദ്യം ചോദിച്ചിരിക്കുന്ന ഹൗസ് നമ്പർ ആണ്, കമ്പൽസറി അല്ല. ഇൻ കേസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. താഴെ ഹൗസ് നെയിം കൊടുക്കുക, പ്ലേസ് ഓർ സ്ട്രീറ്റ് കൊടുക്കുക, നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, താലൂക്ക് ഏതാണെന്നുള്ള കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോക്കൽ ബോഡി ഏതാണ്, പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡിയുടെ നെയിം ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ
പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത പെർമനൻ്റ് അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ അവിടെ വിസിബിൾ ആകും. ദെൻ സബ്മിറ്റ് എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ പേജിൽ നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അവർ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്നും കൂടി വെരിഫൈ ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റ് ആണോ എന്ന്. നമ്മുടെ നെയിം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളൊരു പോർഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫയൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ചൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ വിസിബിൾ ആകും. സെയിം പ്രൊസീജിയർ തന്നെ സൈനിൻ്റെ കാര്യത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ട് ഫോട്ടോയും സൈനും. ഇനി നമുക്ക് അതിനുശേഷം പേഴ്സണൽ എന്നുള്ളൊരു പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പോയ സെയിം പേജിലേക്ക് പോകും. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് കൊടുക്കേണ്ടത്. സോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആകും. അതിൽ ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഒരു പേജ് ഓപ്പൺ ആകും. അവിടെ നമുക്ക് ക്വാളിഫിക്കേഷൻ ലെവൽ ഏതാണെന്നുള്ളത് നമുക്ക് 10th ആണെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി അത് ഏതാണ് ആ ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കുക. കോഴ്സ് ടൈപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇഷ്യൂവിങ് അതോറിറ്റി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ളത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇയർ ഓഫ് പാസിങ് കൊടുക്കുക. മന്ത് ഓഫ് പാസിങ് സെലക്ട് ചെയ്യുക. റിസൾട്ട് എന്ത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആണോ, ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണോ, ഏതാണെന്നുള്ളത് നോക്കി അത് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം പെർസെൻറ്റേജ് മാർക്സും അതേപോലെ തന്നെ ഗ്രേഡും ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെഡ് മാർക്ക് ഇട്ടിട്ടില്ല, റെഡ് സ്റ്റാർ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അത് കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം അവിടെ അവർ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഏതാണോ ഇപ്പോൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് <1 MB ആയിരിക്കണം PDF-ൻ്റെ സൈസ്. അത് നമുക്ക് ഫയൽ ചൂസ് ചെയ്ത് നമുക്കവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നേരത്തെ പോയ സെയിം പേജിൽ തന്നെ എത്തും. നമ്മുടെ അടുത്ത ക്വാളിഫിക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ കൊടുക്കാം. ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ സെയിം ഈ ചെയ്ത പ്രൊസീജിയർ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ ഫില്ല് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ സെയിം നേരത്തെ പോയ പ്രീവിയസ് പേജിലേക്ക് തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. അവിടെ വീണ്ടും ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിനി ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതും സെയിം ഡീറ്റെയിൽസ് എല്ലാം മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കൊടുത്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേറെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാ ക്വാളിഫിക്കേഷൻസും ആഡ് ക്വാളിഫിക്കേഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് പോവാം. അപ്പം എല്ലാ ക്വാളിഫിക്കേഷനും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പേജ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് ആ പേജിൽ സിംഗിളായിട്ട് കാണാൻ പറ്റും. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ, ഡെസിഗ്നേഷൻ, ഇയർ ഓഫ് എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ന്യൂ എക്സ്പീരിയൻസ് ഉള്ള പോർഷൻ കൊടുത്ത് എൻട്രി ചെയ്ത് കൊടുക്കാം. അതേപോലെ സർവീസ് എന്നുള്ള പോർഷൻ എടുത്താൽ നിങ്ങൾ സർവീസിൽ ഇരുന്നിട്ടുള്ള വർഷവും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏജ് ക്രൈറ്റീരിയ കാണിക്കാനായിട്ടുള്ളത്, അതായത് നമുക്ക് ഏതാണോ ഏജ് ക്രൈറ്റീരിയ ആണോ കമ്മ്യൂണിറ്റി ആണോ ഏതെന്നുള്ളത് ആ ക്രൈറ്റീരിയ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏജ് ആണെങ്കിൽ ഏജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയുള്ള ഒരു ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മുടെ SSLC നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് തന്നെയായിരിക്കും. സോ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് എന്നുള്ളൊരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് അടുത്തതും ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ക്രൈറ്റീരിയ സെലക്ട് ചെയ്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇതേ ഫോർമാറ്റിൽ തന്നെ ഇവിടെ ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇനി നമുക്ക് എന്തൊക്കെയാണെന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ടെങ്കിൽ ആ വെയിറ്റേജ് എന്നുള്ള പോർഷൻ എടുത്താൽ നിങ്ങളുടെ വെയിറ്റേജ് എന്ത് റിലേറ്റഡ് ആണെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ചോദിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ആ പ്രിഫറൻസ് എന്തിൻ്റെ ബേസിസിലാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം.
ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം അവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതേപോലെ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം പ്രൊഫൈൽ പ്രിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വരെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഫോട്ടോ, സിഗ്നേച്ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. രജിസ്ട്രേഷൻ ശേഷമുള്ള നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡയറക്റ്റ്ലി ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ലെഫ്റ്റിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എന്നുള്ളൊരു പോർഷൻ എടുക്കുക. അപ്പം എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ആണ്. സോ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള പോർഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആകും. നമ്മുടെ കാറ്റഗറി നമ്പർ 042/2025 ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള അപ്ലൈ ഓൺലൈൻ എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് എന്താണെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്നുള്ള പോർഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആകും. അവിടെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കാറ്റഗറി ഏതാണ്, അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻ പേപ്പർ ലാംഗ്വേജ് പ്രിഫേർഡ് ഏതാണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും കുറ്റത്തിന് കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എസ് ഓ നോ ക്ലിക്ക് ചെയ്യാം. താങ്കൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എസ് ഓ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഹാവ് യു എവർ ബീൻ ഡീബാർ ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. എസ് ഓ നോ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിമാർക്സ് എഴുതാനായിട്ട് റൈറ്റ് സൈഡിൽ ബോക്സസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അത് ഒന്നും കൂടി അവർ ഓക്കെ ആണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആർ യു ഷുവർ എന്ന് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു പേജ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന സെയിം നെയിം തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊഫൈൽ ഫോട്ടോൻ്റെ താഴെയായിട്ട് നമുക്ക് ഡേറ്റ്, ഫോട്ടോ എടുത്ത ഡേറ്റ് എന്നാണെന്നുള്ളത് നമ്മൾ ഫോട്ടോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. 4 ഡിക്ലറേഷൻ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ടും കെയർഫുള്ളി റീഡ് ചെയ്തിട്ട് ഓരോ ഡിക്ലറേഷൻ ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം മേളിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട പോർഷനാണ്. അപ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ തന്നിട്ടുണ്ട്. 750 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിക്ലറേഷൻ തന്നിരിക്കുന്ന കൃത്യമായി വായിച്ചിട്ട് ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. യെസ് സബ്മിറ്റ് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പേജ് ഓപ്പൺ ആയി കിട്ടും. അവിടെ നമ്മൾ പ്രൊസീഡ് ടു പേ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതാണെന്ന് തന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് പേയ്മെൻറ്റ് മോഡ് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് സെലക്ട് ചെയ്യുക. UPI ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ UPI സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് QR കോഡ് കാണിക്കാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഷോ QR കോഡ് കൊടുത്താൽ മതി. ഈസി മെത്തേഡ് ഇതായിരിക്കും. ഡയറക്റ്റ്ലി നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ QR കോഡ് നമ്മുടെ UPI ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് കൊടുത്തതും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഇതിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടാബിലായിട്ട് ആപ്ലിക്കേഷൻസ് എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻസിൽ മൈ ആപ്ലിക്കേഷൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്റ്റേറ്റസ് സബ്മിറ്റഡ് എന്നുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡായി നമുക്ക് PDF ഫോർമാറ്റിൽ കിട്ടും. അപ്പം ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് നോക്കിയാൽ സബ്മിറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.